അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്നിവിടെ ഒരു അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിൾ പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നല്ല ടേസ്റ്റിയാണ്, എൻ്റെ ഫേവറേറ്റ് പുഡിംഗ് ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഈ പുഡിംഗ് 3 സ്റ്റെപ്പായിട്ടാണ് ചെയ്യേണ്ടത്. ആദ്യം തന്നെ ഒരു വലിയ പൈനാപ്പിളിൻ്റെ പകുതിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഇതുപോലെ ചെറുതായി കട്ട് ചെയ്യുക. ശേഷം ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാരയും കൂടി ആഡ് ചെയ്ത് ഇതൊന്ന് വേവിച്ചെടുക്കണം. 10 മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ വേവിച്ചിട്ട് അതൊന്ന് മാറ്റി വെക്കുക. ഇനി നമുക്ക് കസ്റ്റാർഡ് ഫില്ലിംഗ് ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാൻ ഇവിടെ 1/2 ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യാം. പാലൊന്ന് ചൂടായി വരുന്ന സമയം കൊണ്ട് ഒരു കപ്പിൽ 2 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ആഡ് ചെയ്ത് ഇതിലേക്ക് 1/2 കപ്പോളം പാലൊഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പാല് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ശേഷം കസ്റ്റാർഡ് പൗഡറും പാലും കൂടി മിക്സ് ചെയ്തത് ആഡ് ചെയ്ത് കണ്ടിന്യൂസ് ആയി ഇളക്കണം. ചൂടുള്ള പാലിലേക്ക് ഡയറക്റ്റായിട്ട് കസ്റ്റാർഡ് പൗഡർ ആഡ് ചെയ്താൽ വേഗം കട്ട പിടിക്കും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. ഇത് ഒരുപാട് തിക്കാവേണ്ട കാര്യമില്ല. ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ തന്നെ സ്റ്റവ് ഓഫ് ചെയ്യുക. മൂന്നാമത്തെ സ്റ്റെപ്പ് ഇതൊന്ന് സെറ്റ് ചെയ്യലാണ്. അതിനുവേണ്ടി ഞാൻ ഇവിടെ ബ്രെഡ് സ്ലൈസസ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് വേണം എടുക്കാൻ. അപ്പോൾ ഇതുപോലൊരു പുഡിംഗ് ട്രേയിൽ ഫസ്റ്റ് ലെയറായിട്ട് ഇതൊന്ന് വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് കസ്റ്റാർഡ് ഫില്ലിംഗ് ആഡ് ചെയ്യുക. ചൂടോടുകൂടി ആഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. നെക്സ്റ്റ് ലെയറായിട്ട് വേവിച്ച് വെച്ച പൈനാപ്പിൾ ഒന്ന് സ്പ്രെഡ് ചെയ്യുക. എല്ലായിടത്തും എത്തുന്ന തരത്തിൽ വേണം സ്പ്രെഡ് ചെയ്യാൻ. പൈനാപ്പിൾ ഷുഗർ ആഡ് ചെയ്ത് വേവിക്കുന്ന സമയത്ത് ഇതിൽ വെള്ളം ഉണ്ടാവും. അപ്പോൾ അതോടുകൂടി വേണം ഇത് ആഡ് ചെയ്യാൻ. ഇനി 4 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീം നല്ലപോലെ ബീറ്റ് ചെയ്യുക. ശേഷം ഇതിൻ്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്യാം. ഇനി നട്ട്സോ പൈനാപ്പിൾ പീസസോ വെച്ച് നിങ്ങൾ ഇഷ്ടമുള്ള പോലെ ഡെക്കറേറ്റ് ചെയ്യുക. അപ്പോൾ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സോ എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ട്രൈ ചെയ്യുക. അത്രക്കും അടിപൊളി ടേസ്റ്റാണ്, ഉണ്ടാക്കാനും ഈസിയാണ്. അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഫീഡ്ബാക്ക്സ് കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് ഓൾ ആക്കി കൊടുക്കുക. എങ്കിൽ മാത്രമേ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയൊരു വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ, അസ്സലാമു അലൈക്കും.